ആകാശവാണി. നിയമരംഗം. മയക്കുമരുന്നുകൾ കൈവശം വയ്ക്കുന്നതിനും കടത്തുന്നതിനും എതിരായുള്ള നിയമങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് കെ രാജശേഖരൻ കേരളാദിത്യപുരം സംസാരിക്കുന്നു. ലഹരി വസ്തുക്കളോടുള്ള അമിത ആസക്തിയും അവയോടുള്ള അഡിക്ഷനും വ്യാപകമായി കണ്ടുവരുന്ന ഒരു കൊടും വിപത്താണ്. അർബുദത്തേക്കാൾ അണുബോംബുകളേക്കാൾ അപകടകാരിയാണ് മയക്കുമരുന്നിന്റെ മാസ്മരിക ലോകം. ലഹരി മരുന്ന് വ്യാപാരത്തിന്റെ അന്ധകാരം നിറഞ്ഞ അധോലോകത്തിലേക്ക് നമ്മുടെ യുവാക്കളെയും സ്കൂൾ കുട്ടികളെയും തൊഴിലാളികളെയും ആകർഷിക്കാൻ ആഘോഷത്തുറപ്പില്ലാതെ നിഗൂഢമായി കാത്തിരിക്കുന്ന ഒരു സുദൃഢ ശൃംഖലയുടെ കണ്ണികൾ നമ്മുടെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും തൊട്ടയൽപ്പക്കത്തുമുണ്ട്. ആരെയും മയക്കുമരുന്നിന്റെ മായിക ഭ്രമത്തിൽപ്പെടുത്തി മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ ലാഭം കൊയ്യുക മാത്രമാണ് അവരുടെ ലക്ഷ്യം. ആ വിപണനം ആ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയിലും ആ സമൂഹത്തിലും അവരുടെ അനന്തര തലമുറകളിൽ പോലും സൃഷ്ടിക്കുന്ന ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ഇന്ന് വ്യാപകമായ ആശങ്കയുണ്ട്. മയക്കുമരുന്നിന്റെ ദുരുപയോഗത്തിനും കള്ളക്കടത്തിനുമെതിരായ പ്രതിരോധത്തിനും ബോധവൽക്കരണത്തിനും വേണ്ടി എല്ലാ വർഷവും ജൂൺ 26-ന് ഐക്യരാഷ്ട്രസഭയുടെ ഡ്രഗ്സ് ആൻഡ് ക്രൈം എന്ന വിഭാഗം ഡ്രഗ് ട്രാഫിക്കിംഗ് ഡേ അഥവാ ഡ്രഗ് ഡേ ആയി ആചരിക്കുന്നു. എല്ലാ വർഷവും വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ പേടിപ്പെടുത്തുന്ന കണക്കുകളുമായി ഒരു വേൾഡ് ഡ്രഗ് റിപ്പോർട്ടും അവർ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. നിയമവിരുദ്ധ ലഹരി മരുന്നുകളുടെ ഉൽപ്പാദനവും വിതരണവും ഉപഭോഗവും കുറയ്ക്കുകയും അതിലൂടെ ആ വലയിൽപ്പെട്ട് കിടക്കുന്നവരെ വിമുക്തരാക്കുകയുമാണ് ഈ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. സർക്കാരുകളെയും സ്ഥാപനങ്ങളെയും സന്നദ്ധ സംഘടനകളെയും വ്യക്തികളെയും ഏകോപിതമായി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ ഈ ലഹരി വിരുദ്ധ യുദ്ധത്തിൽ മുന്നിട്ടിറങ്ങുന്നത്. മയക്കുമരുന്നുകൾ 3 വിധമാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. അവ ശരീരത്തിൻ്റെയോ മനസ്സിൻ്റെയോ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയോ മന്ദീഭവിക്കുകയോ അതുമല്ലെങ്കിൽ മാനസിക വ്യാപാരങ്ങളെ സാങ്കല്പിക ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയോ ചെയ്യും. ഈ അഭൂതപൂർവമായ ആഹ്ലാദം തേടിയാണ് മയക്കുമരുന്നിലേക്ക് അവയുടെ ഉപയോക്താക്കൾ എത്തിപ്പെടുന്നത്. മയക്കുമരുന്നുകളുടെ ഒരു പ്രശ്നം അവ ഉപയോക്താക്കളിൽ ഉണ്ടാക്കുന്ന അഡിക്ഷനാണ്. അഡിക്ഷൻ എന്നത് ശരീരത്തിൽ മയക്കുമരുന്നിന്റെ അളവ് കുറയുമ്പോൾ അത് ലഭിക്കാനായി മനസ്സും ശരീരവും പുലർത്തുന്ന തീവ്ര ആഗ്രഹമാണ്. ഈ അഡിക്ഷൻ മൂലമാണ് മയക്കുമരുന്ന് ഉപയോഗത്തിൽപ്പെടുന്നവർക്ക് അതിൽ നിന്ന് പിന്തിരിഞ്ഞ് രക്ഷപ്പെടാനാകാത്തത്. മയക്കുമരുന്ന് ഒരിക്കൽ മാത്രം ഉപയോഗിച്ചാലും ഈ അഡിക്ഷനിൽ പെടാം. മയക്കുമരുന്നുകളുടെ ഉപയോഗം മാനസികവും ശാരീരികവുമായ നിരവധി തകരാറുകളിലേക്ക് അതിന്റെ ഉപയോക്താക്കളെ വഴി നടത്തും. പല ഡ്രഗുകളും ലോകത്തെയും ചുറ്റുപാടുകളെയും ഒരാൾ കാണുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കുന്നു. സാങ്കല്പിക കാര്യങ്ങൾ കാണുന്നതും അതിന്റെ ഭാഗമാണ്. മയക്കുമരുന്നുകൾ 3 വിഭാഗമുണ്ട്. കഞ്ചാവ് പോലെ സസ്യജന്യമായവ, MDMA പോലെ ലബോറട്ടറികളിൽ നിർമ്മിച്ചെടുക്കുന്ന രാസവസ്തുക്കളുടെ രൂപത്തിലുള്ളവ, മൂന്നാമതായി വേദനാസംഹാരിയായും മാനസിക ചികിത്സകൾക്കും മറ്റും ഉപയോഗിക്കുന്ന മരുന്നുകൾ അനധികൃതമായി മയക്കുമരുന്നായി ഉപയോഗിക്കുന്നത്. 900 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ അറബികൾ വേദനാസംഹാരിയായി ഉപയോഗിച്ച ഓപ്പിയം അഥവാ കറുപ്പാണ് പിന്നീട് ലഹരിവസ്തുവായി ഉപയോഗിക്കപ്പെടുകയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ചൈനയും തമ്മിൽ നടന്ന ഓപ്പിയം വാറിനു വരെ അത് കാരണമായി തീരുകയും ചെയ്തത്. കഞ്ചാവും കറുപ്പും കൊക്കോയുമാണ് ലോകവ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്ന പ്രധാന മയക്കുമരുന്ന് ചെടികൾ. മയക്കുമരുന്ന് ഉൽപ്പാദനം നടത്തി കയറ്റുമതി ചെയ്യുന്ന രാഷ്ട്രങ്ങളും അവയുടെ കള്ളക്കടത്തിന് ഇടനിലക്കാരായ രാഷ്ട്രങ്ങളും അവയുടെ ഉപയോക്താക്കളായി മാറുന്നുമുണ്ട്. വികസിത രാഷ്ട്രമായ അമേരിക്കയിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിയമവിരുദ്ധ ഡ്രഗ് ഉപയോക്താക്കളുള്ളത്. 12 വയസ്സ് കഴിഞ്ഞവരിൽ 6% പേരാണ് അവിടെ മയക്കുമരുന്ന് ഉപയോക്താക്കളുള്ളത്. പശ്ചിമ യൂറോപ്പാണ് മറ്റൊരു പ്രധാന ഡ്രഗ് വിപണി. ഓസ്ട്രേലിയയും ഇക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. വികസിത രാഷ്ട്രങ്ങളുടെ മാതൃകയല്ല ഇക്കാര്യത്തിൽ നമുക്ക് സ്വീകരിക്കേണ്ടത്. ഇന്ത്യയിലെ ഡ്രഗ് ഉപയോഗത്തിന്റെ കണക്കുകൾ ആശ്വാസം നൽകുന്നതല്ല. 3.1 കോടി ജനങ്ങൾ കഞ്ചാവ് ഉപയോഗിക്കുന്നു. 118 ലക്ഷമാണ് സെഡേറ്റീവ്സ് ഉപയോഗിക്കുന്നവർ. കുത്തിവെപ്പിനെ ആശ്രയിക്കുന്നവർ 8.5 ലക്ഷമാണ്. ഇന്ത്യയിൽ ഓരോ 70 മിനിറ്റിലും ഒരു മയക്കുമരുന്ന് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം കേരളത്തിലും കുതിച്ചുയരുന്നു. മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ 2022 കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് 25,000-ലധികം കേസുകളാണ്. 2016 താരതമ്യം ചെയ്താൽ 300% കേസുകളാണ് വർദ്ധിച്ചത്. അതൊരു കുതിച്ചുചാട്ടം തന്നെയായിരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് മയക്കുമരുന്ന് കേസുകളിൽ പിടിച്ചെടുത്ത രാസവസ്തുക്കളുടെ അളവുകളിലും 2021-നും 2022-നും ഇടയിൽ വൻ വർധനവുണ്ടായി. MDMA
LSD, മെത്താഫെറ്റാമിൻ, ഹെറോയിൻ തുടങ്ങിയ മയക്കുമരുന്നുകളാണ് അങ്ങനെ വർദ്ധിതമായി ഉപയോഗിക്കുന്നത്. എന്നാൽ പിടിച്ചെടുത്ത കഞ്ചാവിൻ്റെ അളവിൽ ഗണ്യമായ കുറവും വന്നിട്ടുണ്ട്. വൻ വിലയുള്ള രാസലഹരി വസ്തുക്കൾ വാങ്ങാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തവരാണ് വില കുറവുള്ള കഞ്ചാവും മറ്റും ഉപയോഗിക്കുന്നത്. വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നാണ് ഇന്ത്യയിൽ മിക്ക രാസലഹരി വസ്തുക്കളും എത്തുന്നത്. ബാംഗ്ലൂർ, ബോംബെ, ഡൽഹി തുടങ്ങിയ നഗരങ്ങളിൽ എത്തുന്ന ഡ്രഗ്സ് മയക്കുമരുന്ന് ശൃംഖലയുടെ കണ്ണികൾ യുവാക്കൾ വഴിയും സ്ത്രീകൾ വഴിയും മറ്റും സ്കൂളുകളിലും കോളേജുകളിലും യുവാക്കൾക്കിടയിലും എത്തിക്കുന്നു. 18-നും 25-നും ഇടയിൽ വയസ്സുള്ള യുവാക്കളാണ് ഇതിൽ പ്രധാന പങ്കും. വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക അന്തരം അഥവാ ഇൻകം ഡിസ്പാരിറ്റി, പരിസ്ഥിതിയുടെ ക്രമരഹിതമായ ശോഷണം, മനുഷ്യാവകാശങ്ങളുടെ നഗ്നമായ ലംഘനങ്ങൾ, കൃത്രിമ രാസലഹരി വസ്തുക്കളുടെ വ്യാപക ലഭ്യത, നിയമം നടപ്പാക്കലിലെ അനാസ്ഥ, ദീർഘമായി ഇഴഞ്ഞു നീങ്ങുന്ന മയക്കുമരുന്ന് കേസുകൾ തുടങ്ങിയവയാണ് മയക്കുമരുന്ന് വ്യാപനത്തിന്റെ മറ്റ് കാരണങ്ങൾ. ഒരു വിനോദത്തിനു വേണ്ടി തുടങ്ങുന്ന ലഹരി ഉപയോഗമാണ് എത്ര ആഗ്രഹിച്ചാലും അവസാനിപ്പിക്കാനാകാത്ത അടിമത്തമായി മാറുന്നത്. ആവശ്യത്തിനും അനാവശ്യത്തിനും സാമ്പത്തിക ഭദ്രത പ്രകടമാക്കാനും മറ്റും നടത്തുന്ന ആഘോഷ പാർട്ടികൾ പലരെയും മയക്കുമരുന്നിലേക്ക് അടുപ്പിക്കുന്ന നിർണായക കണ്ണികളാണ്. ഹൃദയത്തെ വശീകരിക്കുന്ന സംഗീതവും താളനിബദ്ധമായ ഡാൻസും മയക്കുമരുന്നിന്റെ പുതുലോകത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിക്കും. കുട്ടികളുടെ ഡ്രഗ് അബ്യൂസ് കുറയ്ക്കാൻ സുദൃഢമായ കുടുംബ ബന്ധങ്ങൾക്ക് കഴിയും. രക്ഷാകർത്താക്കളുടെ ദീർഘകാല അസാന്നിധ്യം, കുടുംബത്തിലെ അച്ചടക്കമില്ലായ്മ, മാതാപിതാക്കളുടെ ഡ്രഗ് ഉപയോഗം എന്നിവ കുട്ടികളെ കൂടി മയക്കുമരുന്ന് ഉപയോക്താക്കൾ ആക്കാൻ കാരണമാകും. സ്ത്രീകൾക്ക് ഇക്കാര്യത്തിൽ ഗണ്യമായ പ്രതിരോധം തീർക്കാം. മയക്കുമരുന്ന് ഉപയോഗത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റും മറ്റ് ചില കമ്പനികളും ജോലിക്കാരെ നിയമിക്കുന്നതിന് മുമ്പ് ഒരു പ്രീ എംപ്ലോയ്മെന്റ് ഡ്രഗ് ടെസ്റ്റ് നടത്തുന്നു. അതുപോലുള്ള രീതികൾ സ്വീകരിക്കുന്നത് മയക്കുമരുന്ന് ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കും. NDPS ആക്ട് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് ആണ് ഇന്ത്യയിലെ മയക്കുമരുന്ന് ദുരുപയോഗം തടയാനുള്ള സമഗ്ര നിയമം. ദ OPM ആക്ടും ദ ഡേഞ്ചറസ് ഡ്രഗ്സ് ആക്ടും പരിഷ്കരിച്ചാണ് ആ നിയമം നിർമ്മിച്ചത്. മയക്കുമരുന്നായി ഉപയോഗിക്കപ്പെടുന്ന കഞ്ചാവ് പോലുള്ള സസ്യങ്ങളുടെ കൃഷി, MDMA, LSD പോലുള്ള രാസലഹരി വസ്തുക്കളുടെ നിർമ്മാണം, അവയുടെയെല്ലാം ഇറക്കുമതി, വിപണനം, കൈവശം വയ്ക്കൽ എന്നിവ ഈ നിയമം കുറ്റമായി ഗണിക്കുന്നു. മയക്കുമരുന്ന് സംബന്ധിച്ച് വിവരം ലഭിച്ചാൽ ഏത് രജിസ്റ്ററുകളിൽ രേഖപ്പെടുത്തണം, ഏത് ഉദ്യോഗസ്ഥരെയെല്ലാം അറിയിക്കണം, പരിശോധന ആരുടെ മുമ്പിൽ വെച്ച് എങ്ങനെയെല്ലാം നടത്താം, എങ്ങനെ നടത്തിക്കൂടാ എന്നുമെല്ലാം കൃത്യമായി ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. കർശന വ്യവസ്ഥകളുള്ള ഈ നിയമത്തിലെ ഏതൊരു ലംഘനവും കുറ്റവാളികൾ രക്ഷപ്പെടാൻ കാരണമാകും. ഈ നിയമത്തിന്റെ 4-ാം അധ്യായത്തിൽ ഈ നിയമമനുസരിച്ചുള്ള കുറ്റങ്ങളും അവയ്ക്കുള്ള ശിക്ഷകളും നിശ്ചയിച്ചിട്ടുണ്ട്. മയക്കുമരുന്ന് കുറ്റങ്ങൾക്ക് ജാമ്യം ലഭിക്കുക പോലും ദുഷ്കരമാണ്. 1 വർഷം മുതൽ 30 വർഷം വരെ തടവും 10,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയും കൂടാതെ വധശിക്ഷ വരെയും ഈ നിയമത്തിൽ ശിക്ഷയായുണ്ട്. മയക്കുമരുന്ന് ഉപയോക്താക്കളുടെ ചികിത്സയും പരിചരണവും അതിന്റെ വിപണനത്തിൽ ഏർപ്പെട്ടവരുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതിനുള്ള വ്യവസ്ഥകളും ഉണ്ട്. ഡ്രഗിന്റെ അളവനുസരിച്ചും കുറ്റങ്ങളുടെ ഗൗരവം അനുസരിച്ചുമാണ് ശിക്ഷയുടെ കാഠിന്യം. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമമായ PMLA ആക്ടും ഇതിനോടനുബന്ധിച്ച് ശിക്ഷ നൽകാൻ ഉപയോഗിക്കാം. ഈ നിയമം അനുസരിച്ച് ലഹരിയിൽ നിന്ന് വിമുക്തി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സർക്കാർ മെഡിക്കൽ കോളേജുകളും ജില്ലാ ആശുപത്രികളും സംവിധാനം ഒരുക്കുന്നുണ്ട്. കുറ്റകൃത്യങ്ങൾ തടയാൻ പോലീസും എക്സൈസ് വകുപ്പും സദാ ജാഗരൂകമായുണ്ട്. വിദ്യാലയങ്ങളിൽ കൗൺസിലിങ്ങിനും സംവിധാനങ്ങൾ ലഭ്യമാണ്. ഇന്റർനെറ്റിൽ വ്യത്യസ്ത സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തിക്കുന്ന ഡാർക്ക് നെറ്റ് എന്ന ഒരു അധോലോകം മയക്കുമരുന്ന് വ്യാപാരത്തിനായുണ്ട്. അവിടെ ബിറ്റ്കോയിൻ പോലുള്ള ക്രിപ്റ്റോ കറൻസികളാണ് വ്യാപാരത്തിന് ഉപയോഗിക്കുന്നത്. കൂടാതെ ഡ്രഗ് വ്യാപാരത്തിൽ ഡ്രോൺസ് പോലുള്ള ആധുനിക സാങ്കേതിക കാര്യങ്ങളും ഉപയോഗിക്കപ്പെടുന്നു. ഇവയെല്ലാം പ്രതിരോധിക്കുക ദുഷ്കരമാണ്. മയക്കുമരുന്നിന്റെ വിസ്മയ ലോകം നമുക്ക് വേണ്ടെന്നും മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ അതാണ് ഈ മയക്കുമരുന്ന് ശൃംഖലയുടെ ചതിക്കുഴികളിൽ വീഴാതിരിക്കാനുള്ള പ്രധാന പ്രതിരോധം. മയക്കുമരുന്നുകൾ കൈവശം വയ്ക്കുന്നതിനും കടത്തുന്നതിനും എതിരായുള്ള നിയമങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് K. രാജശേഖരൻ, കേരളാദിത്യപുരം.